നിങ്ങൾ ആരൊക്കെ ട്യൂഷന് പോകണം, എപ്പോൾ ട്യൂഷന് പോകണം, ഞാൻ ഹെൽപ്പ് ചെയ്യാം. 10th +2 എപ്പോഴും ബെഞ്ച് മാർക്ക് ഓഫ് ലൈഫ് എന്ന് പറയുന്ന പോലെ തന്നെ മാർക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും തന്നെ മാക്സിമം ട്യൂഷൻ സപ്പോർട്ട് സീക്ക് ചെയ്യാൻ നോക്കുക. രണ്ടാമതായിട്ട് +1 സ്റ്റുഡൻസ്. +1 സ്റ്റുഡൻസ് എല്ലാവരും ട്യൂഷനൊന്നും എടുക്കണ്ട. +1 സയൻസ് ചൂസ് ചെയ്തവർ നിർബന്ധമായിട്ടും ട്യൂഷൻ പ്രിഫർ ചെയ്യണം. കൊമേഴ്സ് സ്റ്റുഡൻസിന് ഫസ്റ്റ് കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ആണ്. അത് മനസ്സിലാവാതെ പ്രോബ്ലംസിലേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ അത് ഡിഫിക്കൽട്ടാണെന്ന് തോന്നുന്ന കുട്ടികൾ മാത്രം ട്യൂഷൻ എടുത്താൽ മതിയാവും. ഇനി ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസ് നിങ്ങൾ സ്വന്തമായി വായിച്ച് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ നോക്കുക. നിങ്ങൾക്ക് ട്യൂഷൻ്റെ ആവശ്യമേ ഇല്ല. +2ന് ശേഷം ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്. ഇങ്ങനെ എല്ലാ കോഴ്സസ് ചൂസ് ചെയ്യുന്നവരും ട്യൂഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ബിടെക് പോലെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബേസിക്സ് കുറവായിരുന്നു +2 അല്ലെങ്കിൽ മാർക്ക് കുറവായിരുന്നു, കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിരുന്നു ഹയർ സെക്കൻഡറിക്ക്, നിങ്ങൾ എപ്പോഴും ഒരു അഡ്വാൻസ് ക്ലാസ് പ്രിഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, മിസ് 2-3 മാസം ഗ്യാപ്പ് ഉണ്ട്, ബിടെക്കിൻ്റെ 2-3 സെമസ്റ്റേഴ്സ് ഒരുമിച്ച് അങ്ങ് ട്യൂഷൻ എടുത്ത് കൊടുത്താൽ കുട്ടിക്ക് നല്ല മാർക്ക് കിട്ടുമല്ലോ, അല്ലെങ്കിൽ അത്ര സ്ട്രഗിൾ ചെയ്താൽ മതിയല്ലോ എന്ന് ചോദിക്കാറുണ്ട്. ഇങ്ങനെ ഞാൻ സപ്പോർട്ട് ചെയ്യാറേ ഇല്ല. ഒരു കോഴ്സിന് എൻട്രി ചെയ്തിട്ട് വേണം ആ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകിച്ച് ഒരു ഡിഗ്രി കോഴ്സസ് ആകുമ്പോൾ, ബിടെക് ആകുമ്പോൾ, അതുപോലെ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് ആവുന്ന സമയത്ത് ആ കോഴ്സ് എൻട്രി ചെയ്തിട്ട് അവിടെ നമുക്ക് ഡിഫിക്കൽട്ട് ആണെങ്കിൽ ഒരു സപ്പോർട്ട് എടുക്കാൻ പറ്റും. ഇനി എല്ലാം ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ബേസിക് ആയിട്ടുള്ള കുറച്ച് സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ സബ്ജക്ട്സ് ബിടെക്കിലെ S1 മാത്സും S1 ഫിസിക്സും പഠിക്കുന്നതിന് പകരം നമ്മൾ +1 +2 ഫിസിക്സും മാത്സും ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നന്നാവുക.